അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പേരെടുത്ത് പറഞ്ഞ് വിനാശം പ്രഖ്യാപിച്ച വ്യക്തിയാണല്ലോ അബൂലഹബ്. ചരിത്രത്തിലെ കുപ്രസിദ്ധനായ ധിക്കാരിയാണയാൾ. ആദ്യകാലത്ത് ഉതൈബ എന്ന അബൂലഹബിൻ്റെ മകനും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളും തമ്മിൽ വിവാഹം നടന്നിരുന്നു. എന്നാൽ ഭാര്യ ഭർതൃ ജീവിതം നയിക്കും മുമ്പ് തന്നെ തിരുനബി തങ്ങളുടെ പുത്രിയെ അയാൾ വിവാഹമോചനം നടത്തിയിരുന്നു. ഭാര്യാപദത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പിതാവായ അബൂലഹബിൻ്റെ ദുർബോധനത്തിൽ മകനായ ഉതൈബ വീണുപോയതാണ് കാരണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. ഒരിക്കൽ നബി തങ്ങളുടെ കുപ്പായം കീറിക്കളഞ്ഞതായി ചരിത്രത്തിൽ കാണാവുന്നതാണ്. മറ്റൊരു സന്ദർഭത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ അയാൾ തുപ്പുകയുണ്ടായി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്ത് അത് വീണിട്ടില്ല എന്ന് നമുക്ക് പ്രമാണങ്ങളിൽ കാണാവുന്നതാണ്. ഒരിക്കൽ അബൂലഹബും പുത്രനായ ഉതൈബയും കൂടി ഷാമിലേക്ക് പോവുകയാണ്. സിറിയ ലക്ഷ്യമാക്കി സഞ്ചരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പല സന്ദർഭങ്ങളിലും ബുദ്ധിമുട്ടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ ഈ ഉതൈബയ്ക്കെതിരെ നബി തങ്ങൾ ദുആ ചെയ്തിരുന്നു. അല്ലാഹുമ്മ സല്ലിത്ത് അലൈഹി കൽബം മിൻ കിലാബിക്. നിന്റെ സൃഷ്ടികളിൽപ്പെട്ട നായകളിൽ നിന്ന് ഒരു നായയെക്കൊണ്ട് ഉതൈബയെ നീ കീഴൊതുക്കിക്കളയണേ, പരാജയപ്പെടുത്തിക്കളയണേ അല്ലാഹ്. ആ പ്രാർത്ഥന കുറിക്കുകൊള്ളും എന്ന് അബൂലഹബിനറിയാം. അബൂലഹബിൻ്റെ മകനായ ഉതൈബയ്ക്കുമറിയാം. അവർക്ക് ഈമാനില്ലെങ്കിലും അനുഭവ പരിചയങ്ങളിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനങ്ങളെയും പ്രഖ്യാപനങ്ങളെയും ഒക്കെ നന്നായി അറിയാവുന്നവരാണ്. അങ്ങനെ അബൂലഹബും മകനായ ഉതൈബയും സിറിയയിലേക്ക് സഞ്ചരിക്കുന്ന വഴിയിൽ രാത്രിയിൽ സിറിയയിലെ സർഖാ എന്ന പ്രദേശത്ത് എത്തുകയാണ്. അബൂലഹബിനും മകനും പേടി തുടങ്ങിയിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഹിംസ്ര ജന്തുക്കൾ കടന്നു വരുമോ എന്ന ഭയം. അങ്ങനെ അവർ ഒരു പുരോഹിതൻ്റെ വീടിനോട് ചേർന്നാണ് താമസിക്കുന്നത്. അങ്ങനെ അബൂലഹബ് കൂട്ടുകാരോട് പറഞ്ഞു, അഗീസൂനി യാ മഅ്ശറ ഖുറൈശ് ഫി ഹാദിഹിൽ ലൈലത്തി ഫഇന്നി അഖാഫു അല ബിനി ദഅവത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം. എൻ്റെ മകനെ പൊതിഞ്ഞു നിൽക്കണം. അവനെ മധ്യഭാഗത്താക്കിയിട്ട് നിങ്ങൾ ചുറ്റും നിരക്കണം. അവന് കാവൽ നൽകണം എന്ന് അബൂലഹബ് ഖുറൈശികളോട് സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ അവർ എല്ലാവരും ഒട്ടകങ്ങളെ കെട്ടിയിട്ട് വലയും വെച്ച് ഭദ്രമായൊരു വേലിയുണ്ടാക്കി സിംഹം കടന്നു വരാതിരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു. എന്നാൽ നേരമൽപ്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ രാത്രിയിൽ ആ ജീവി വന്നു. ഫശമ്മ വുജൂഹഹും. അവരിൽ ഓരോരുത്തരുടെയും മുഖം മണത്തു നോക്കാൻ തുടങ്ങി. അവസാനം മണത്ത് ചരക്കുകെട്ടുകൾക്ക് മേലെ നടുത്തളത്തിൽ കാവൽ നൽകപ്പെട്ട് കിടത്തിയിരുന്ന ഉതൈബയെ കണ്ടെത്തുകയാണ്. അങ്ങനെ ആ ജീവി ഉതൈബയുടെ തല കടിച്ചെടുത്തു. എന്നിട്ട് വിദൂരതയിലേക്ക് മറഞ്ഞു.